കൂത്തുപറമ്പിലെ ശക്തമായ പോരാട്ടത്തിന് പിന്നാലെ പാണക്കാട്ടെത്തി സ്ഥാനാർത്ഥിയായിരുന്ന ജയന്തി രാജൻ. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെയും പി കെ കുഞ്ഞാലിക്കുട്ടിയും ജയന്തി രാജൻ കണ്ടു. മത്സരിക്കാൻ സീറ്റ് നൽകിയത് വലിയ അവസരമായി കാണുന്നുവെന്ന് ജയന്തി രാജൻ 24നോട്. നിഖിൽ പ്രമേഷിന്റെ റിപ്പോർട്ട്. വിജയിച്ച സ്ഥാനാർത്ഥികൾ എല്ലാവരും എത്തി പാണക്കാട് തങ്ങളെയും മറ്റ് മുസ്ലിം ലീഗ് നേതാക്കളെയും ഒക്കെ കണ്ട് നന്ദി അറിയിക്കുകയാണ്. പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയും ഇപ്പോഴെത്തിയിട്ടുണ്ട് കൂത്തുപറമ്പിൽ. അവരുടെ വിജയം അക്ഷരാർത്ഥത്തിൽ വിജയിച്ചതിന് തുല്യമാണ് അവരുടെ പരാജയം എന്നാണ് പൊതുവിൽ വോട്ടർമാരും അതോടൊപ്പം തന്നെ ലീഗ് അണികളും നേതാക്കളും ഒക്കെ പറയുന്നത്. അങ്ങനെ തന്നെയാണല്ലോ അവരുടെ തോൽവിക്കും ഒരു വിജയത്തിന്റെ മധുരമുണ്ട്. തീർച്ചയായിട്ടും അവർ നിന്ന സ്ഥലം അറിയാമല്ലോ, കൂത്തുപറമ്പ്. അവിടെ ഒരിക്കലും നമുക്ക് വലിയൊരു ഹോപ്പുള്ള സ്ഥലമായിരുന്നില്ല. പക്ഷേ ജയന്തി അവിടെ വന്ന് മത്സരിച്ചതിന് ശേഷം ആ മത്സരത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അവർ നല്ല മുന്നേറ്റം അവിടെ നടത്തി. അവിടെ പാർട്ടി അണികൾക്കിടയിൽ UDF-നിടയിലൊക്കെ തന്നെ നല്ല ഉണർവുണ്ടാക്കി. അവർക്ക് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ വിജയത്തിലെത്തിയില്ല എന്ന് മാത്രമാണ്. 900 വളരെ കുറഞ്ഞ വോട്ട്. 20,000 വോട്ടിന് ജയിക്കുന്ന LDF ജയിക്കുന്ന സ്ഥലത്താണ് 900. നിങ്ങൾക്ക് ഒരു നിരാശയുണ്ടോ? നിരാശപ്പെടേണ്ട കാര്യമില്ല. എന്നെ പാർട്ടി ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തം അതെനിക്ക് തോന്നുന്നു. ഇവിടെ നിന്ന് ഞാൻ 18-ാം തീയതി പ്രാർത്ഥനയോടെ ഏറ്റുവാങ്ങി പോയതാണ്. കൂത്തുപറമ്പിൻ്റെ ചരിത്രത്തിൽ ഒരു പ്രക്ഷോഭമില്ലാതെ ഒരു ഇലക്ഷൻ കഴിയാന്നുള്ളത് ആദ്യമായിട്ടത്തെ ആളുകൾ തന്നെ എന്നോട് പങ്കുവച്ചത്. അതെനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ആ വാങ്ങിപ്പോയ പ്രാർത്ഥന അതുപോലെ ഞാൻ അവിടെ കൈമാറി എന്നുള്ളതാണ്. ആളുകളുടെ മനസ്സിലത് ഉൾക്കൊണ്ടിട്ടുണ്ട്. അവർ ഒരു 69,000-ലധികം ആളുകൾ അവരുടെ ഹൃദയത്തോടെ എന്നെ ചേർത്തു എന്ന് പറയുമ്പോൾ വെറും 17 ദിവസം കൊണ്ടാണ് എന്ന് വിചാരിക്കണം. അപ്പം ശരിക്കും അതൊരു വിജയം തന്നെയാണ്. കേവലം ചെറിയ വോട്ടിന് പരാജയപ്പെടുമ്പോഴും പാർട്ടിയുടെ കോട്ടയാണ്. ആ കോട്ടയ്ക്കകത്തൊരു വിള്ളലുണ്ടാക്കാൻ കഴിഞ്ഞു UDF-ന് എന്നുള്ളതാണ്. പ്രതീക്ഷിച്ചിരുന്നോ അങ്ങനെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കുമെന്ന്? ഇല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാനും പ്രഖ്യാപനം വരുമ്പോഴാണ് അറിയുന്നത്. എന്തായാലും ഈ തോൽവിക്ക് വിജയത്തെക്കാൾ മധുരമുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് വോട്ടർമാരും മുസ്ലിം ലീഗ് നേതാക്കളും എല്ലാം. മുഹമ്മദ് അർഷാഖിനൊപ്പം പാണക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.